നാളെ മുതൽ പുതിയ മലയാള സിനിമകൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ല എന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിൻ്റെ തീരുമാനം. നിലവിൽ റിലീസ് ചെയ്ത സിനിമകൾ, അതായത് മഞ്ഞുമ്മൽ ബോയ്സ് ഇന്ന് റിലീസ് ചെയ്തു, പ്രേമലു, ഭ്രമയുഗം തുടങ്ങി പ്രദർശനം തുടരുന്ന സിനിമകൾ ഓടും. OTT-യുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതുപോലെ തന്നെ സ്ക്രീനുകളുടെ വാടകയ്ക്കെടുക്കുന്ന, പ്രൊജക്ടറുകൾ വാടകയ്ക്കെടുക്കുന്ന അതുമായുള്ള തർക്കം എന്നിങ്ങനെ വിവിധ കാരണങ്ങൾ. ചേട്ടാ പടം കണ്ടോ? നാളെ മുതലേ പുതിയ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കുന്നില്ല എന്നൊരു തീരുമാനമുണ്ട് തിയേറ്റർ ഉടമകളുടെ. OTT-യിൽ പോകുന്നത് സിനിമ തിയേറ്ററുകൾക്ക് ഒരു ബാധകം ആവുമല്ല, കാരണം ഇവരെ ആളില്ലാതെ ആവും. നല്ല തിരക്കുണ്ടോ? തിരക്കൊന്നുമില്ല, പക്ഷെ കൊള്ളാം, നല്ല. നാളെ മുതലേ പുതിയ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കുന്നില്ല എന്ന് തിയേറ്റർ ഉടമകളുടെ ഒരു എങ്ങനെ ബാധിക്കും? അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. വെല്ലുവിളിയാവോ? ഇല്ല, ഇത് ഓടിക്കോളും. ഇപ്പൊ ഓടിക്കോളും അല്ലേ? ഓടിക്കോളും. അത് അവർ തമ്മിൽ പറഞ്ഞു കോംപ്രമൈസ് ചെയ്താൽ പോരെ. പിന്നെ തിയേറ്ററൊക്കെ ഉണ്ടാക്കിയിട്ടേക്കണ ഇത്ര നാളാവുമാർ ഇതൊക്കെ കൊണ്ട് തന്നെയല്ലേ ജീവിച്ച്. പിന്നെ ഇപ്പം എന്ത് വർത്താനം വരാൻ പറയണം? തിയേറ്റർ എന്തിനാണ്? എന്നാൽ പിന്നെ പണം പിടിക്കായിരുന്നാ പോരെ. പുതിയ സിനിമകൾ തിയേറ്ററിൽ റിലീസായില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എങ്ങനെ സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം നല്ല നല്ല പടങ്ങൾ. എന്നാലും അതിൻ്റെ ഒരു സുഖം. ഈ OTT-യിലൊന്നും കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഒരു എൻജോയ് ചെയ്ത് കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ വരണം. എന്തായാലും ഏറെ നാളുകൾക്ക് ശേഷം കേരളത്തിലെ തിയേറ്ററുകൾ തുടർച്ചയായി നിറഞ്ഞു കവിയുകയാണ്, സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ, പ്രേമലു ആയിക്കോട്ടെ, ഭ്രമയുഗമായിക്കോട്ടെ, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സും അനുകൂല പ്രതികരണം നേടി പ്രദർശനം നന്നായി പോകുമ്പോൾ ഇത്തരത്തിൽ പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം വരുമ്പോൾ അത് സിനിമാ വ്യവസായത്തെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നാണ് പൊതുവെ എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ അതേസമയം ഇപ്പോൾ പ്രദർശനം തുടരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിനിമകളൊക്കെ തന്നെ ഇന്ന് 22-ാം തീയതി വരെ റിലീസ് ചെയ്ത മലയാള സിനിമകൾ പ്രദർശനം തുടരും. അത് ഒരു ആശ്വാസം തന്നെയാണ്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.